നമസ്കാരം. ചുരിക ഓൺലൈൻ മീഡിയയിലേക്ക് സ്വാഗതം. പയ്യോളി ഇനി മുതൽ അതിദരിദ്രമുക്ത നഗരസഭ. ജില്ലയിലെ ആദ്യ അതിദരിദ്രമുക്ത നഗരസഭയായി പയ്യോളിയെ പ്രഖ്യാപിച്ചു. ജില്ലയിൽ പ്രഖ്യാപനം നടത്തുന്ന ആദ്യ നഗരസഭയാണ് പയ്യോളി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ ബൈജു ജോസ് പയ്യോളിയെ അതിദരിദ്രമുക്ത നഗരസഭയായി പ്രഖ്യാപിച്ചു. പയ്യോളി മുനിസിപ്പാലിറ്റിയെ അല്ലെങ്കിൽ നഗരസഭയെ അതിദരിദ്രരില്ലാത്ത അല്ലെങ്കിൽ അതിൽ നിന്ന് മുക്തമായിട്ടുള്ള നഗരസഭയെ പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. നഗരസഭാ ചെയർമാൻ വി കെ അബ്ദുറഹിമാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രഖ്യാപിക്കുന്ന ഒരു നഗരസഭ പയ്യോളി മുനിസിപ്പാലിറ്റിയാണെന്ന് ഞാൻ ഇവിടെ നിങ്ങളെ അറിയിക്കുകയാണ്. ആ ഒരു ക്രെഡിറ്റ് നമുക്ക് എടുക്കാനുണ്ടായ കാരണം സമയബന്ധിതമായി മൈക്രോ പ്ലാൻ തയ്യാറാക്കുകയും അത് പൂർത്തീകരിക്കാനും നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. 156 അതിദരിദ്ര കുടുംബങ്ങളെയാണ് നാം കണ്ടെത്തിയത്. അതിൽ 39 പേർ ഏകാംഗ കുടുംബമായി. ആ ഏകാംഗ കുടുംബത്തിൽ തന്നെ 8 പേർ മരണപ്പെടുകയുണ്ടായി. അങ്ങനെ ടോട്ടൽ 146 അതിദരിദ്ര കുടുംബത്തിൽപ്പെട്ടവരെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. നഗരസഭാ സെക്രട്ടറി എം വിജില റിപ്പോർട്ട് അവതരിപ്പിച്ചു. നമ്മൾ തയ്യാറാക്കിയത് അന്ന് ഭരണസമിതി അംഗീകരിച്ച മൈക്രോ പ്ലാനിൽ 312 സേവനങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിന് പല വിഭാഗങ്ങളായി നമ്മൾ തിരിച്ചിരുന്നു. ഹ്രസ്വകാലത്തിൽ ചെയ്യേണ്ടിയിരുന്നത്, അതായത് അവകാശ രേഖകൾ ഉൾപ്പെടെ റേഷൻ കാർഡ്, ആധാർ കാർഡ് പോലുള്ള പെട്ടെന്ന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സേവനങ്ങൾ ഉണ്ടായിരുന്നു. ദീർഘകാല സേവനങ്ങൾ ഉണ്ടായിരുന്നു. വീട് റിപ്പയർ, വീട് വേണ്ടവർക്ക് വീട് കൊടുക്കുക, സ്ഥലം നൽകുക, അങ്ങനെയുള്ള 2 തരത്തിലായിരുന്നു നമ്മൾ അന്ന് കൈകാര്യം ചെയ്തിരുന്നത്. ഇവിടുത്തെ ഭരണസമിതിയും ജനപ്രതിനിധികളും മറ്റ് ഉദ്യോഗസ്ഥരും എല്ലാവരും ചെയ്ത സഹായത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ റിപ്പോർട്ട്. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ പി സി കവിത മുഖ്യാതിഥിയായി. കോഴിക്കോട് ജില്ലയിൽ മാത്രമല്ല വിവിധ ഇടങ്ങളില് ഒരുവിധം, അതായത് ഒരു 80% എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും തടസ്സം എന്ന് പറയുന്നത് വീടും സ്ഥലവും നൽകുക എന്നുള്ളതാണ് എല്ലാവർക്കും തടസ്സമായി നിൽക്കുന്നത്. അപ്പൊ ഈ PMAയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിക്കാൻ കഴിയാത്ത വിധം എണ്ണം ആളുകൾക്ക് വീടും സ്ഥലവും ഇല്ലാത്ത ഒരു പ്രതിസന്ധി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുണ്ട്. പയ്യോളി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം PMAY പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് ചെയ്യാൻ പറ്റി എന്ന് പറയുന്നത് തീർത്തും അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ്. ദാരിദ്ര്യ ലഘൂകരണ വിഭാഗം ജില്ലാ പ്രൊജക്ട് ഡയറക്ടർ ജസീർ PV സന്നിഹിതനായി. 156 കുടുംബങ്ങളെയാണ് സർക്കാർ നിർദ്ദേശപ്രകാരം പയ്യോളിയിൽ കണ്ടെത്തിയത്. ഇതിൽ ഏകാംഗ കുടുംബമായ 8 പേർ മരണപ്പെട്ടു. 148 കുടുംബാംഗങ്ങളാണ് നിലവിലുള്ളത്. കണ്ടെത്തിയ ഇവർക്കായി 353 സേവനങ്ങൾ മൈക്രോ പ്ലാൻ തയ്യാറാക്കി പൂർത്തിയാക്കി. അവകാശ രേഖകൾ നൽകുന്ന പ്രവർത്തനം 2 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ സാധിച്ചു. 29 കുടുംബങ്ങൾക്ക് ഭവന പുനരുദ്ധാരണത്തിനും 7 കുടുംബങ്ങൾക്ക് ശുചിത്വ കക്കൂസിനും 5 കുടുംബങ്ങൾക്ക് വീടിനും 8 കുടുംബങ്ങൾക്ക് ഉപജീവന ഉപാധികൾ നൽകുന്നതിനും ധനസഹായം നൽകി. 92 പേർക്ക് ആരോഗ്യ സേവനവും 60 കുടുംബാംഗങ്ങൾക്ക് ഭക്ഷ്യദാന കിറ്റും നൽകി വരുന്നു. വീടും സ്ഥലവും ഇല്ലാത്ത 5 കുടുംബങ്ങൾക്ക് താമസ സൗകര്യം ഉറപ്പുവരുത്തി. 8 വിദ്യാർത്ഥികൾക്കുള്ള സഹായം ചെയ്തു വരുന്നു. അതിദരിദ്ര വിഭാഗ പദ്ധതികൾ പൂർത്തിയാക്കിയാണ് അതിദരിദ്രമുക്ത നഗരസഭയായി പയ്യോളിയെ പ്രഖ്യാപിച്ചത്. ചടങ്ങിൽ വെച്ച് അതിദരിദ്ര വിഭാഗ നോഡൽ ഓഫീസർ TP പ്രജീഷ് കുമാറിനെയും സീനിയർ ക്ലർക്ക് P സുഗതകുമാരിയെയും ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ ബൈജു ജോസ് ആദരിച്ചു. അതുപോലെ തന്നെ ഇതിന്റെ അസിസ്റ്റന്റ് നോഡൽ ഓഫീസറായ സീനിയർ ക്ലർക്ക് സുഗതകുമാരിയെയും ഈ ചടങ്ങിൽ വെച്ച് ആദരിക്കുകയാണ്. ഈ 2 പേരെയും വേദിയിലേക്ക് നഗരസഭയുടെ ആശയം നൽകുകയാണ് ഡെപ്യൂട്ടി ഡയറക്ടർ ബൈജു ജോസ്. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ പത്മശ്രീ പള്ളിവളപ്പിൽ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അഷറഫ് കോട്ടക്കൽ, PM ഹരിദാസൻ, ഷജ്മിന അസൈന, റിയാസ് PM, കുടുംബശ്രീ CDS വൈസ് ചെയർപേഴ്സൺ ഷൈന PK, കൗൺസിലർ ചെറിയാവി സുരേഷ് ബാബു, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ മുജേഷ് ശാസ്ത്രി, ബഷീർ മെലഡി, NC മുസ്തഫ, KP ഗിരീഷ് കുമാർ, ഇരിങ്ങൽ അനിൽകുമാർ, T പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ മഹിജ എളോഡി സ്വാഗതവും നഗരസഭാ ദാരിദ്ര്യ ലഘൂകരണ സെൽ പ്രൊജക്ട് ഓഫീസർ TP പ്രജീഷ് കുമാർ നന്ദിയും പറഞ്ഞു. വാർത്തകളും പരസ്യവും നൽകാൻ വാട്സ്ആപ്പ് ചെയ്യുക 9349010616. ചുരിക ഓൺലൈൻ മീഡിയ.